രണ്ടാം ടി-20യിലെ പരാജയം മറന്ന് മൂന്നാം ടി-20യിൽ ശക്തമായ തിരിച്ചുവരവിന് തയ്യാറെടുക്കുകയാണ് ടീം ഇന്ത്യ. കഴിഞ്ഞ കളിയിൽ 4 വിക്കറ്റിനാണ് ഇന്ത്യ തോറ്റിരിക്കുന്നത് ട്ടാ. ബാറ്റിങ്ങിൽ മോശമില്ലാത്ത പ്രകടനം ടീം കാഴ്ചവെച്ചെങ്കിലും ബോളിങ്ങിന് പ്രതീക്ഷിച്ചൊത്ത് ഉയരാൻ കഴിയാതെ പോയതാണ് ടീമിന് വിനയായത്. ചൊവ്വാഴ്ച രാത്രി 10 മണിക്കാണ് കളി നടക്കാനിരിക്കുന്നത്. ഇതിൽ മികച്ച വിജയവുമായിട്ട് പരമ്പരയിൽ 1-1 ഒപ്പമെത്തുകയായും ഇന്ത്യയുടെ ലക്ഷ്യം. പക്ഷേ ശക്തമായ ഒരു തിരിച്ചുവരവ് നടത്തണമെങ്കിൽ ടീമിലെ ചില മാറ്റങ്ങൾ ഇന്ത്യ വരുത്തേണ്ടതായിട്ട് വരുന്നുണ്ട് ട്ടാ. രണ്ടാം ടി-20യിൽ ടീം കോമ്പിനേഷനിൽ വരുത്തേണ്ട പ്രധാനമായും 2 മാറ്റങ്ങളാണ്. ഒന്ന് ബാറ്റിങ്ങിലാണെങ്കിൽ മറ്റൊന്ന് ബോളിങ്ങിലാണ് ട്ടാ. വണ്ടർ കിഡായ വൈഭവ് സൂര്യവംശിയെ അരങ്ങേറാൻ അവസരമൊരുക്കുന്നതിന് ഇടയിലാണ് മലയാളി സൂപ്പർ താരം സഞ്ജു സാംസണെ ഇന്ത്യ ഒഴിവാക്കുന്നത്. ഈ അബദ്ധം അടുത്ത കളിയിൽ ഇന്ത്യ ഉറപ്പായും തിരുത്തേണ്ടതുണ്ട് എന്ന് തന്നെ പറയാം. അടുത്ത മാച്ചിൽ സഞ്ജുവിനെ തിരികെ പ്ലേയിങ് 11ലേക്ക് കൊണ്ടുവരേണ്ടത് അത്യാവശ്യവുമാണ്. എന്നാൽ വൈഭവ് സൂര്യവംശിനെ സഞ്ജു സാംസണിനായിട്ട് മാറ്റി നിർത്തൽ എന്തായാലും ഈ പരമ്പരയിൽ എന്തായാലും അത്ര ഉചിതമായ കാര്യമില്ല. അതിനാൽ ബാറ്റിംഗ് നിരയിലെ മറ്റൊരാളെ മാത്രമാണ് ഇന്ത്യയിൽ മാറ്റി നിർത്താൻ സാധിക്കുകയുള്ളൂ എന്ന് തന്നെ പറയാം. ഇതിൽ അറിയിക്കുന്ന ഒരാളാണ് തിലക് വർമ്മ. കഴിഞ്ഞ മാച്ചിലെ ഫിനിഷറായി അദ്ദേഹം ഭേദപ്പെട്ട പ്രകടനം 11 ബോളിൽ 24 റൺസ് നടത്തിയെങ്കിലും പക്ഷേ അതിൻ്റെ മുന്നുള്ള കളികൾ എടുത്ത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ സഞ്ജുവിനേക്കാളും ഫോം ഔട്ടിൽ നിൽക്കുന്ന ഒരു പ്ലെയർ കൂടിയാണ് തിലക് വർമ്മ. മുൻ താരങ്ങളായ രവി ശാസ്ത്രി, കെ ശ്രീകാന്ത് ഉൾപ്പെടെ ഈ തിലകിനെ ഒഴിവാക്കണമെന്ന അഭിപ്രായം വരെ പറയുകയുണ്ടായി. അതുമാത്രമല്ല വൈസ് ക്യാപ്റ്റൻ കൂടിയായ അദ്ദേഹത്തിനെ കൈവിടാൻ ടീം മാനേജ്മെൻറ്റ് തയ്യാറുമാവുമോ എന്നുള്ളതും ഒരു സംശയം തന്നെയാണ് സഞ്ജു ടീമിലേക്ക് വരേണ്ടത് അത്യാവശ്യമാണ് എന്ന് പറയുന്നതിന് വേറൊരു കാര്യം കൂടിയുണ്ട്. ടീമിൽ നിലവിൽ നോക്കുകയാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇടംകൈയും ബാറ്റ്സ്മാൻമാരുടെ കുത്തകയായി മാറിയിരിക്കുകയാണ്. ശ്രേയസ് അയ്യർ മാത്രമാണ് ഇപ്പോൾ ഏക വലംകൈയും ബാറ്ററായിട്ട് ടീമിലുള്ളത്. ബാക്കി എല്ലാവരും എടുക്കുകയാണ് എന്നുണ്ടെങ്കിൽ ഇടംകൈയും ബാറ്റർമാരായി മാത്രമാണ് ഉള്ളത്. അതുകൊണ്ട് തന്നെ ഈ ഒരു ബാറ്റിംഗ് ലൈനപ്പിൽ ചെറിയ മാറ്റം വരുത്തുന്നത് എന്തായാലും ഇന്ത്യക്ക് ഉചിതമായ ഒരു കാര്യം കൂടിയാണ്. സഞ്ജു ടീമിലേക്ക് എത്തുന്ന സമയത്ത് 3-ാം സ്ഥാനത്തായിട്ട് സഞ്ജു ഇറങ്ങുകയും 3-ാം സ്ഥാനത്ത് ഇറങ്ങുന്ന ഇഷാൻ കിഷൻ ഇപ്പോൾ തിലക് വർമ്മ കളിക്കുന്ന പൊസിഷനിൽ കളിക്കുകയാണ് എന്നുണ്ടെങ്കിൽ ടീമിനെ സംബന്ധിച്ചിടത്തോളം ഇപ്പോഴത്തെ പ്രതിസന്ധികൾ എന്തായാലും ഒഴിവാക്കാനായി പറ്റുമെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. അടുത്തതായിട്ട് ടീമിൽ നിന്ന് മാറ്റേണ്ട ഒരാൾ ആരാണെന്ന് പറഞ്ഞാൽ രവി ബിഷ്ണോയിക്ക് പകരം ഇന്ത്യ ഒരു ഫേസ് ബൗളറെ ടീമിൽ കൊണ്ടുവരും എന്നാണ് റിപ്പോർട്ടുകൾ പറയുന്നത്. വേറൊന്നും കൊണ്ടല്ല, 3 സ്പിന്നർമാരാണ് ഇപ്പോൾ നിലവിൽ ടീമിൽ കളിച്ചുകൊണ്ടിരിക്കുന്നത്. അത് ആവശ്യമാണോ എന്ന് ചോദിച്ചു പറഞ്ഞാൽ അത്ര ആവശ്യമുള്ള കാര്യവുമല്ല. കാരണം ഓൾറെഡി അവിടെ അക്സർ പട്ടേലും വരുൺ ചക്രവർത്തിയും കളിക്കുന്നുണ്ട്. അതിൻ്റെ ഇടയിൽ ഒരു സ്പിന്നർ കൂടി എന്തായാലും ആവശ്യമില്ല എന്ന് തന്നെ വേണമെങ്കിൽ പറയാം. ഫേസ് ബൗളർമാരുടെ അഭാവം അവിടെ കാണുന്നുമുണ്ട്. അതുകൊണ്ട് തന്നെ രവി ബിഷ്ണോയിനെ മാറ്റിയിട്ട് പ്രിൻസി യാദവിനെ ടീമിലേക്ക് കൊണ്ടുവരും എന്നുള്ള റിപ്പോർട്ടുകളാണ് അവിടെ കാണുന്നത്. അതോടുകൂടിയിട്ട് തന്നെ പേസ് ബോളർ ലൈനപ്പിലും കുറച്ച് സ്ട്രെങ്ത് കൂടുകയും ചെയ്യും. ആവശ്യത്തിന് സ്പിന്നർമാരും കാണുന്ന സമയത്ത് എന്തായാലും ടീമിനെ സംബന്ധിച്ചിടത്തോളം ഇപ്പോഴത്തെ ബെസ്റ്റ് 11 അത് തന്നെ ആവാനുള്ളൊരു ചാൻസ് ഉണ്ട്